ഹായ് നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. വേറൊന്നുമല്ല, മക്കൾ കുറേ ദിവസമായി പറയണം ബീച്ചിൽ കൊണ്ടുപോകണമെന്ന്. അപ്പം എന്തായാലും ഇന്ന് അവരെ കൊണ്ടുപോകാം. കുറേ ദിവസമൊക്കെ പറ്റിച്ച് നിൽക്കണമായിരുന്നു കേട്ടോ. പോകാമെന്ന് പറഞ്ഞപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം വഴിക്കും ഹസ്ബൻഡ് വരുമ്പോൾ ചോദിക്കും ബീച്ചിൽ പോകേണ്ട വാപ്പിച്ചേന്ന് ചോദിക്കും. അപ്പം അങ്ങനെ എങ്കിൽ ഇന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് ഇന്ന് കൊണ്ടുപോയതാണ് രണ്ടുപേരെയും. അപ്പോൾ ഞങ്ങൾ ഇവിടെ ബീച്ച് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ കോട്ടപ്പുറം പാർക്കിലാണ് കേട്ടോ. ഇവിടെ ഒരു കുഞ്ഞ് പാർക്കുണ്ട് പുഴയുടെ അടുത്ത് ചേർന്നിട്ട്. അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകാമെന്നാണ് വിചാരിച്ചത്. ബീച്ചിൽ എന്ന് പറയുമ്പോൾ കുറച്ചൊന്നും ദൂരമാണ്, പിന്നെ വെള്ളത്തിലൊക്കെ കളിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ വിചാരിച്ചത്. അപ്പോൾ അവർ പാർക്ക് കണ്ട പിന്നെ അങ്ങോട്ട് കളിച്ചോളൂ എന്ന് വിചാരിച്ചിട്ടാണ് കൊണ്ടുപോയത്. അപ്പോൾ പോണ വഴിക്ക് ഞങ്ങൾ ഒരു സാമ്പാർ കിറ്റൊക്കെ വിൽക്കണം ചേട്ടൻ്റെ സാമ്പാർ കിറ്റും സവാള തക്കാളി അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടോ. വഴിവക്കത്ത് നിന്ന് വിൽക്കണ്ടായിരുന്നു ചേട്ടൻ. അപ്പോൾ അങ്ങനെ 50 രൂപ ഉണ്ടായിരുന്നുള്ളൂ സാമ്പാർ കിറ്റിന്. അപ്പോൾ അങ്ങനെ മേടിച്ചു. അതായത് ഇത് കോട്ടപ്പുറം മാർക്കറ്റാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കടയിൽ നിന്നാണ് ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിക്കാറുള്ളത്. അപ്പം അങ്ങനെ അതൊക്കെ മേടിച്ചതിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് ഇത് ഒരു ചെറിയൊരു പാർക്ക് പോലെയുള്ളത് കുട്ടികൾക്കുള്ളത്. അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോയി. അങ്ങോട്ട് തിരിഞ്ഞപ്പോൾ തന്നെ പിള്ളേർക്ക് മനസ്സിലായി ഇത് ബീച്ചല്ലാന്ന്. അപ്പോൾ അവർക്ക് ബീച്ചിൽ പോയാൽ മതി എന്ന് വാശി പിടിച്ചപ്പോൾ പിന്നെ നേരെ ബീച്ചിലോട്ട് തന്നെ തിരിച്ച് ബീച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കണേ കേട്ടോ. അപ്പോൾ അഴീക്കോട് ബീച്ചാണ് ഞങ്ങൾക്ക് ഇവിടെ അടുത്തായിട്ടുള്ളത്. അപ്പോൾ അങ്ങോട്ടാണ് പോണത്. അപ്പോൾ ഇവിടെ കുറച്ചും കൂടെ ദൂരമുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു പറഞ്ഞ സ്ഥിതിക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. കുറേ നാളായി പോകാമെന്ന് പറയുന്നത്. അപ്പോൾ കുറേ ഇങ്ങനെ മാറ്റി വെച്ചിട്ട് അവസാനമായപ്പോൾ എനിക്ക് ഒന്ന് കൊണ്ടുപോയി കാണിക്കാൻ. ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ പിന്നെ എവിടെയും പോക്കൊന്നും നടക്കില്ലല്ലോ. അപ്പം അങ്ങനെ ബീച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം ഞങ്ങളുടെ ബീച്ചിൻ്റെ അടുത്തെത്തി. അപ്പോൾ മെയിൻ എൻട്രൻസ് വഴിയല്ലാട്ടോ ഞങ്ങൾ കയറിയത്. ഒരു അധികം തിരക്കൊന്നുമില്ലാത്ത സ്ഥലം നോക്കി അങ്ങോട്ട് ബീച്ചിലോട്ട് പോയതാണ്. വഴി കൂടി ചെറിയൊരു വഴി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൂടി അങ്ങോട്ട് പോയി. ഞങ്ങൾ വെള്ളത്തിലോട്ടൊന്നും ഇറക്കൂല എന്നും പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത്. അപ്പം കുറച്ച് നേരം കരയിൽ തന്നെ നിന്ന് കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നിർത്തിയത് രണ്ടുപേരെ. അപ്പോൾ ഒരുപാട് ഇങ്ങനെ നിർബന്ധം പിടിച്ചപ്പോൾ ഒന്ന് നനച്ചാൽ മതി കാലെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും എങ്കിലും ഞാൻ പറഞ്ഞു ഞാൻ ഒന്ന് കൊണ്ടുപോയി രണ്ടുപേർക്കും അങ്ങനെ ഒരു ആഗ്രഹം കണ്ടപ്പോഴേക്കും രണ്ടുപേരെയും ഞാൻ അങ്ങോട്ട് ബീച്ചിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോയി കേട്ടോ. കാലൊക്കെ നനയ്ക്കാനായിട്ട് വെള്ളമൊക്കെ. കുറേ നേരം ഞങ്ങൾ അവിടെ ഇറങ്ങി. ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം വരെ വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഞങ്ങൾ അവിടെ പോയി നിന്നപ്പോൾ തൊട്ട് വെള്ളം ഇങ്ങോട്ട് വന്നില്ല. അപ്പോൾ എങ്കിൽ കുറച്ചും കൂടി ഒന്ന് ഇറങ്ങി നിൽക്കാമല്ലോ എന്ന് വിചാരിച്ച് കുറച്ചും കൂടി ഒന്ന് ഇറങ്ങി നിന്നാട്ടോ. കുറച്ചും കൂടി ഇറങ്ങി നിൽക്കുമ്പോഴും നമ്മുടെ അടുത്ത് വരെ മഞ്ഞുള്ളൂ വെള്ളം. അടുത്ത് വരെ വന്നിട്ട് പിന്നെ അങ്ങോട്ട് തിരിച്ചു പോകേണ്ട തിരമാലകൾ. നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഇറങ്ങി നിന്ന് എന്നിട്ടും തിരമാലകൾ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മുടെ തൊട്ടടുത്തെത്തും, നമ്മൾ കാലൊന്നും നനക്കില്ല, അപ്പം തന്നെ അങ്ങോട്ട് പോകും. അപ്പോൾ അവർക്കതൊരു കണ്ടപ്പോഴേക്കും അവിടെ ഇറങ്ങണം എന്നുള്ള രീതിയിൽ രണ്ടുപേരെയും കൈ പിടിച്ച് കുറച്ചും കൂടി ഒന്നിടെ ഇറങ്ങി നിന്ന് കേട്ടോ. അപ്പോൾ കുറേ നേരം നിന്ന് കഴിഞ്ഞപ്പോഴാണ് ഒരു നല്ല വലിയൊരു തിര വന്നത്. അപ്പോൾ ഞങ്ങൾ ചെയ്തുണ്ടോ ഇറങ്ങും, പിന്നെ തിര വന്നാകുമ്പോഴേക്കും അങ്ങോട്ട് അടുത്തോട്ട് പോകുമ്പോഴേക്കും തിര അങ്ങോട്ട് ഇറങ്ങിപ്പോവും. അപ്പം ഞങ്ങളും അതനുസരിച്ച് അങ്ങോട്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹസ്ബൻഡ് ബാക്കിൽ നിന്ന് വിളിച്ച് പറയണ്ട കേട്ടോ ഇറങ്ങല്ലേ എന്ന്. നമ്മളത് കേട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തിരമാലകളുടെ ശബ്ദം എല്ലാം കൂടി ആയപ്പോഴേക്കും ഞങ്ങളത് കേട്ടില്ല. പിന്നെ നല്ലൊരു തിര വന്ന് നല്ലോണം നനച്ചു. അപ്പോഴാണ് മനസ്സിലായത് കുറേ അങ്ങോട്ട് ഇറങ്ങി എന്നുള്ളത്. അപ്പോൾ പിന്നെ വേഗം കയറി കേട്ടോ. അപ്പം മോനെ വിളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് നേരം കൂടി അവിടെ നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എൻ്റെ അടുത്ത് തന്നെ ഒരു കുഞ്ഞി പാർക്കുണ്ട്, അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാമെന്നും പറഞ്ഞിട്ട് സമ്മതിപ്പിച്ച് അങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്നതാണ് കേട്ടോ. അപ്പം വരാൻ കൂട്ടാക്കണ്ടായിരുന്നില്ല ആൾ. രണ്ടുപേർക്കും അവിടെ വെള്ളത്തിൽ കളിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു പാർക്കുണ്ട് കേട്ടോ. അതുള്ളത് ഈ ബീച്ചിലോട്ട് കാരണം മെയിൻ എൻട്രൻസിൻ്റെ തന്നെ സൈഡിലാണ് കുട്ടികളുടെ കുഞ്ഞി പാർക്കുള്ളത്.
അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് വഴിയിൽ 2 മയിലിനെ കണ്ടത്. നല്ല നല്ല മയിൽ കേട്ടോ, ഒരുപാട് പീലിയൊക്കെ ഉള്ള മയിൽ, നല്ല 2 ഉണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ റോഡൊക്കെ ക്രോസ് ചെയ്തൊക്കെ നടക്കണ്ടായിരുന്നു കേട്ടോ മയിൽ. അപ്പോൾ നീ കണ്ടോ, മതിലിൻ്റെ അടുത്ത് അങ്ങോട്ടൊക്കെ പറന്നൊക്കെ കയറുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തു, മയിലിൻ്റെ പിള്ളേരെയും കാണിച്ചു കൊടുത്തു. ഇതാണ് കേട്ടോ മെയിൻ എൻട്രൻസ് ബീച്ചിലോട്ട് പോണത്. അപ്പോൾ ഈ മെയിൻ എൻട്രൻസ് വഴി നമുക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിലായിട്ടാണ് ഒരു കുഞ്ഞ് പാർക്കുള്ളത്, കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ഇട്ടുണ്ട്. അപ്പോൾ അവിടെ ഇതുണ്ട് കേട്ടോ, ടിക്കറ്റ് ഉണ്ട് കേട്ടോ. ടിക്കറ്റ് വെച്ചിട്ടാണ് 10 രൂപ എങ്ങാണ്ടേ ഉള്ളൂ ഒരു കുട്ടിക്ക്. അപ്പോൾ 2 പേർക്കും ഉള്ളത് ടിക്കറ്റൊക്കെ എടുത്തിട്ടാണ് അതിൻ്റെ ഉള്ളിലോട്ട് 2 പേരും കയറ്റിയത്. അപ്പോൾ അവിടെ കുറച്ചധികം നേരം തന്നെ ഇന്ന് കളിച്ചോളാന്ന് പറഞ്ഞവരോട്, കളിക്കാൻ വേണ്ടിയാണല്ലോ വന്നത്. അപ്പം പിന്നെ ഞങ്ങൾ വെള്ളത്തിലോട്ടൊന്നും അവിടെ ഇറങ്ങിയില്ല. ഇവിടെ തന്നെ ഇന്ന് കളിച്ച് നേരെ ഇവിടെ നിന്ന് തന്നെ അങ്ങോട്ട് കയറി പോയാൽ മതിയല്ലോ. പിന്നെ തിരക്കായി തുടങ്ങിയായിരുന്നു, വൈകുന്നേരം ആയപ്പോഴേക്കും ഒരുപാട് തിരക്കുമായി. അപ്പം അങ്ങോട്ട് പോയില്ല. ബീച്ചിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തിൽ ഇറങ്ങണമെന്ന് പറയും. പിന്നെ വെള്ളത്തിൽ ഇറക്കിയില്ലെങ്കിൽ അതൊരു വാശിയാവും. അങ്ങനെ പാർക്കിൽ മാത്രം കളിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ, ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു വ്ളോഗും പിന്നെ കുക്കിംഗ് വീഡിയോ, ഡേ ഇൻ ലൈഫ് അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനത്തെ വീഡിയോസാണ് ഞാൻ ഇടുന്നത്. പിന്നെ ഷോർട്സ് വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ കണ്ടിട്ട് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അതേ കുറച്ചധികം നേരം തന്നെ അവിടെ നിന്ന് കളിച്ചിട്ടോ അവർ. അപ്പം അതൊക്കെ കളിച്ചു. സന്ധ്യയായപ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങി അവിടെ നിന്ന്. പിന്നെ നല്ലോണം തിരക്കായി വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കണമായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ, ഈ കുഞ്ഞൊരു വീഡിയോ. നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ടത് കാണാം കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.